നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ്. INPA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ്. ഇതൊരു കേരള സർക്കാർ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെക്കുറിച്ചൊരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്, ഇതിലെ അംഗത്തെക്കുറിച്ചും ഒക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊരു പുതിയ ടോപ്പിക്കായിരുന്നു നമുക്ക്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് ഒന്ന് നോക്കാം. ചോദ്യ രൂപേണയാണ് നമ്മളത് നോക്കുന്നത്. ഇതിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് എന്ന സ്ഥാപനം സ്ഥാപിതമായത് എന്നാണ്? 2003 കേട്ടോ. 2003 ഈ സ്ഥാപനം സ്ഥാപിതമാകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ്? 2004 ജൂലൈ 22 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സ്ഥാപിതമായത് 2003 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത് 2004 ഇത് ഏതു തരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഏതു തരം സ്ഥാപനത്തിന് ഉദാഹരണമാണ്? ഇതിൻ്റെ ലോഗോയിൽ തന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ചപ്പോൾ തന്നെ ഞാൻ കാണിച്ചിരുന്നു, ഇതൊരു ഓട്ടോണോമസ് സ്ഥാപനമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, ഇത് അവരുടെ ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുന്ന ലോഗോയാണ്. ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ആൻ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ 2003 സ്ഥാപിതമായി, 2004 ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് ആക്ട് പ്രകാരമാണ് കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം സ്ഥാപിച്ചത്? തിരുവിതാംകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955 പ്രകാരമാണ് കേരള സർക്കാർ ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചത്. അപ്പം ഏത് ആക്ട് പ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സ് സ്ഥാപിതമായത്? ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1955 പ്രകാരമാണ് 2003 കേരള ഗവൺമെന്റ് ഇത് സ്ഥാപിക്കുന്നത്, ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, അതായത് ഈ INPA ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്റ് അഫയേഴ്സിന് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 ബോഡിയാണ് ഇതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഗവേണേഴ്സും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്, INPAയുടെ ഘടന എന്ന് പറയുന്നത്. പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരമോന്നത സമിതി ഏതാണ്? നമ്മൾ പറഞ്ഞു ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് 2 പാർട്ടായിട്ട് വരും, ബോർഡ് ഓഫ് ഗവർണേഴ്സും എക്സിക്യൂട്ടീവ് കൗൺസിലും. ഇതിന്റെ പരമോന്നത സമിതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് കേട്ടോ. എക്സിക്യൂട്ടീവ് ബോഡി അല്ല, ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഇതിൻ്റെ ഒരു പരമോന്നത സമിതി എന്ന് പറയുന്നത്. INPAയുമായി ബന്ധപ്പെട്ട പൊതുവായ മേൽനോട്ടം, അതിൻ്റെ മാനേജ്മെന്റ്, നയപരമായ കാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഈ പരമോന്നത സമിതിയായ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യമാണ്, INPAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഒന്നും അങ്ങനെയൊന്നും എടുത്ത് പറഞ്ഞില്ല, ജസ്റ്റ് നമ്മളോട് ചോദിച്ച എന്താണ്? പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോർഡ് ഓഫ് ഗവേണേഴ്സിൻ്റെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരായിരിക്കും? എപ്പോഴും നമ്മുടെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. നമ്മുടെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഉണ്ടാവുമല്ലോ, ആ മന്ത്രിയായിരിക്കും ഈ INPAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, INPAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ശ്രീ MB രാജേഷാണ്. കാരണം അദ്ദേഹമാണ് ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മന്ത്രിയുമാണ്, അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബോർഡ് ഓഫ് ഗവേണൻസിന്റെ നിലവിലെ പ്രസിഡന്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പാർലമെന്ററി അഫയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ബോർഡ് ഓഫ് ഗവേണേഴ്സും എക്സിക്യൂട്ടീവ് കൗൺസിലും. ഈ ബോർഡ് ഓഫ് ഗവേണൻസിന് ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. അതിപ്പോഴാരാണ്? MB രാജേഷാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം.
INPAയുടെ ബോർഡ് ഓഫ് ഗവേണൻസിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? കേരള സർക്കാരിന്റെ പാർലമെന്ററി കാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് കേട്ടോ. പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തുണ്ട്? രണ്ട് ബോഡി ഉണ്ട്. ഒന്നെന്താണ്? ബോർഡ് ഓഫ് ഗവേണേഴ്സും പിന്നെ അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലും. ഈ ഒരു ബോർഡ് ഓഫ് ഗവേണേഴ്സിന് ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു പ്രസിഡന്റും ഉണ്ടായിരിക്കും, ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കും. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പാർലമെന്ററി കാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിനും നയപരമായ നിർദ്ദേശങ്ങൾക്കും വിധേയമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ മാനേജ്മെന്റും ഭരണവും നിയന്ത്രണവും ആരുടെ ഉത്തരവാദിത്വമാണ്? എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. നമ്മൾ പറഞ്ഞു ബോർഡ് ഓഫ് ഗവേണേഴ്സ്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് രണ്ട് ബോഡി ഉണ്ട്. ഒന്ന് ബോർഡ് ഓഫ് ഗവേണേഴ്സും പിന്നെ ഒന്ന് എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്നത് ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ മേൽനോട്ടത്തിലും അവരുടെ നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണ നിയന്ത്രണം ആരുടെ ഉത്തരവാദിത്വം? എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബോർഡ് ഓഫ് ഗവേണേഴ്സ് ആണ് പരമോന്നത സമിതി എന്ന് പറയുന്നത്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇൻസ്റ്റിറ്റ്യൂട്ടിന് രണ്ട് ബോഡി ഉണ്ട്. ഒന്ന് ബോർഡ് ഓഫ് ഗവേണേഴ്സും എക്സിക്യൂട്ടീവ് കൗൺസിലും. ബോർഡ് ഓഫ് ഗവേണേഴ്സ് ആണ് ഇതിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്നത്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രവർത്തിക്കുന്നു. ഇനി ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ പറ്റി നമുക്ക് നോക്കാം, ചോദ്യമായിട്ട് നോക്കാം. INPAയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ഇതാണ് നമ്മളോട് ചോദിച്ച അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതെപ്പോഴും ആരായിരിക്കും? INPAയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കും. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നിലവിലെ ചെയർമാൻ ആണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. നിലവിലെ ചെയർമാൻ ആരാണ്? അതായത് നിലവിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ബിവേഷ് യൂസി ആണ് കേട്ടോ. ബിവേഷ് യൂസി ആണ്. ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വന്നു. ഒന്ന് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു, പിന്നെ ഒന്ന് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ബോർഡ് ഓഫ് ഗവേണൻസിന്റെ പ്രസിഡന്റ് ആണ്. അതെപ്പോഴും എന്തായിരിക്കും? പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും. പിന്നെ എന്താണ്? എക്സിക്യൂട്ടീവ് കൗൺസിലിനാണ് ചെയർമാൻ വരുന്നത്. ആ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കും. അത് ഇപ്പോഴാരാണ്? ഡോക്ടർ ബിവേഷ് യൂസി ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കി INPAയുടെ ഘടനയൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ആരൊക്കെ ഉണ്ടായിരിക്കും? ബോർഡ് ഓഫ് ഗവേണേഴ്സും ഉണ്ടായിരിക്കും, എക്സിക്യൂട്ടീവ് കൗൺസിൽസും ഉണ്ടായിരിക്കും. ബോർഡ് ഓഫ് ഗവേണേഴ്സ് എന്താണ്? പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൊതുവായ മേൽനോട്ടവും ഭരണവും നയപരമായ കാര്യങ്ങളും ചെയ്യുന്നത് അതിന്റെ പരമോന്നത സമിതിയായ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഗവേണേഴ്സ് ആണ് പരമോന്നത സമിതി. അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേൽനോട്ടവും ഭരണവും നയപരമായ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? പാർലമെന്ററി കാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. ഇത് അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലെ അംഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. കാരണം പ്രതിപക്ഷ നേതാവ് അംഗമാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അംഗമല്ല. ഓക്കെ, ഇതിൽ കൂടുതലും എന്താണ് പറയുന്നത്? ഈ ഓരോ വകുപ്പിൻ്റെയൊക്കെ സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും പിന്നെ ഇതിൻ്റെ തന്നെ ഡയറക്ടർ ജനറലും അങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ലാതെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് അംഗമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രസിഡന്റ് ആരാണ്? പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോഴതാരാണ്? ശ്രീ MP രാജേഷ് ആണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആരാണ്? പാർലമെന്ററി കാര്യ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. അടുത്ത എക്സിക്യൂട്ടീവ് കൗൺസിൽ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിനും നയപരമായ നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലെ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് വരുന്നത്? ഇവിടെ ചെയർമാൻ ആണ് വരുന്നത് കേട്ടോ. ആ ചെയർമാൻ ആരായിരിക്കും? എപ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ജനറൽ ആയിരിക്കും. അതിപ്പോഴാരാണ്? ഡോക്ടർ ബിവേഷ് യൂസി ആണ്. പിന്നെ രണ്ട് അംഗങ്ങളുടെ MLA അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഈ ടോപ്പിക്കിൽ നിന്നും സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം.
കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. അതും നമ്മൾ പറഞ്ഞു, ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. ഇത് ശരിയായ പ്രസ്താവനയല്ല, ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഏതാണ്? 1 and 2 ആണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി അടുത്ത നമുക്ക് ഈ INP-യുടെ ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം. ചിലപ്പോൾ കുറച്ച് 4 ഫംഗ്ഷൻസ് എന്നിട്ട് ഇതിൽ പെടാത്തത് ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാം, കാരണം ഇതിൽ നിന്നൊരു ചോദ്യം വന്നതുകൊണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ നോക്കുക. പാർലമെന്ററി കാര്യങ്ങളിൽ വിദഗ്ധ സഹായം നൽകുക. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ വികസനത്തിനായി പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഇത് 3 ആദ്യത്തെ ഫംഗ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 4ാമത്തെ ഫംഗ്ഷൻ നോക്കൂ. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് പ്രസക്തമായ മേഖലകളിൽ ജനാധിപത്യ ഭരണത്തിന്റെ വിവിധ പങ്കാളികളെ പരിശീലിപ്പിക്കുക. വിവര കൈമാറ്റത്തിനും അനുഭവ പങ്കിടലിനും പ്രാദേശിക, ദേശീയ, ആഗോള തലങ്ങളിൽ പാർലമെന്ററി സ്ഥാപനങ്ങളുമായിട്ട് പ്രവർത്തിക്കുക. അടുത്തത്, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഫലപ്രദമായ ഒരു ശൃംഖല രൂപപ്പെടുത്തുന്നതിന് സമാന ചിന്താഗതിക്കാരായ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുക. ഓക്കെ, അടുത്തത് 7ാമത്തെ ഫംഗ്ഷൻ ജനപ്രതിനിധികൾ, സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർക്കായി സമ്മേളനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ എന്നിവയുടെ ഓർഗനൈസേഷൻ ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യുക. അതാണ് 7ാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഇനി 8ാമത്തെ ഫംഗ്ഷൻ, പാർലമെന്ററി ജനാധിപത്യത്തിലെ മഹാനായ നേതാക്കളുടെ ജീവിതവും പ്രവർത്തനവും പരിചയപ്പെടാനും അവരെ അനുസ്മരിക്കുകയും ചെയ്യുക. അടുത്തത്, സ്ത്രീകളുടെയും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക. യുവാക്കൾക്കിടയിൽ പാർലമെന്ററി രീതികളെക്കുറിച്ചുള്ള ധാരണ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി